നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ എളിയ വന്ദനത്തെ ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് വൈകിയ സമയത്ത് ഇവിടെ നടത്തപ്പെടുന്ന ഈ മ്യൂസിക് ഫെസ്റ്റിലേക്ക് ക്ഷണം സ്വീകരിച്ചും സഭയായുള്ള പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വരുവാനായി വലിയവനായ കർത്താവ് ജീവിതത്തിൽ നമുക്കൊരുക്കിയ വിലപ്പെട്ട അവസരത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാവരെയും വെൽക്കം ചെയ്യുവാനായി ഇടയായി തീർന്നു. ഓർമ്മക്കുറവിലും എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് ജെറി ജോയ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ബി വർഗീസ്, പാസ്റ്റർ ഡെൻസൺ ജോസഫ്, ഡോക്ടർ ബ്ലസൻ മേമന, പാസ്റ്റർ എം മാത്യു, പാസ്റ്റർ ജോർജ് വർക്കി, പാസ്റ്റർ ജോസഫ് റെയ്നോൾഡ്, പാസ്റ്റർ ലെനോഷ്, ഈ ചർച്ചിൻ്റെ കൊയർ, മറ്റ് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സമയത്തെ ഓർക്കുന്നു. എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം അറിയിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മീറ്റിംഗ് സർവകൃപാലുവായ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്തും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഒരു വാക്യം നമുക്കൊരുമിച്ച് ചിന്തിച്ച് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഈ മീറ്റിങ്ങിനെ സമർപ്പിക്കുവാനാണ് തുടർന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം, അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 12, 13, 14. മതി. അപ്പോസ്തലനായ പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ താൻ വളരെ വ്യക്തതയോടുകൂടെ ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം പത്രോസ് ഉറച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ദൃഢമായി നിശ്ചയദാർഢ്യത്തോടെ അല്ലെങ്കിൽ നിശ്ചയത്തോടെ കുലുങ്ങാതെ വളരെ ശക്തമായി തൻ്റെ അവസാന നിമിഷത്തിൽ താൻ എഴുതുന്ന ലേഖനത്തിന്റെ ഒരു പ്രസക്തമായ ഭാഗം നമ്മളിവിടെ കേൾക്കുവാനിടയായി. എന്താ അത്? എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഉൾപ്പെടെ നമ്മൾക്ക് എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട്? നമ്മുടെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ
സമയമായതുകൊണ്ടും അതേ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ദൈവത്തിങ്കലുള്ള അതേ നിശ്ചയദാർഢ്യത്തോടെ നിശ്ചയമായി തന്നെ ആ ഉറപ്പോടുകൂടെ പത്രോസ് പറയുകയാ, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. ഇന്ന് പകൽക്കാലം ഈ ഒരു ഉറപ്പ് എത്ര പേർക്കുണ്ട്? അതോ പൊളിഞ്ഞു പോകാൻ സമയമായിട്ടില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന നമ്മോട് പരിശുദ്ധാത്മാവ് പറയുന്നതാ, കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ടൈമിൽ എന്റെ കൂടാരം ഇവിടെ ഇഴുകിച്ചേരും, അല്ലെങ്കിൽ ഇവിടെ മണ്ണോട് മണ്ണായി മാറും, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കും, നാം മാറ്റപ്പെടും. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നടക്കും. ഇവിടെ പത്രോസ് പറയുന്നത് പത്രോസിന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ച, രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ മീൻസ് 13, 14. ആ കണ്ടോ, ഈ ഒരറിവ് കർത്താവ് പത്രോസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കർത്താവ് പത്രോസിന് കൊടുത്ത ഏറ്റവും വിലപ്പെട്ടതായ ഒരറിവെന്ന് പറയുന്നത് കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമായെന്ന. പത്രോസ് ഈ കാര്യം ഇവിടെ പറയുമ്പോൾ പത്രോസിന്റെ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ആധിക്യവും ദൈവത്തോടുള്ള ആ വലിയ ബന്ധത്തിന്റെ ആ ഒരു വലിപ്പം നാം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, മുക്കുവനായ പത്രോസിനെ പിടിച്ച് അതേ കർത്താവ് വിളിച്ച് കർത്താവിനോട് ചേർത്ത ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാ. പക്ഷെ ആ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇവിടെ പറയുകയാ, ഒരറിവ് എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ആ അറിവ് എന്താണെന്ന് വെച്ചാൽ, ആ അറിവ് എനിക്കുള്ള ഏറ്റവും വലിയ അറിവാണ്. എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. അതുകൊണ്ട് അടുത്ത വാക്കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ച്. ആ ആ ആ കണ്ടോ, രണ്ടാമത്തെ പോയിന്റ്, കൂടാരത്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നു, കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. പക്ഷേ അടുത്ത കാര്യം, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഓർപ്പിച്ച് ഉണർത്തുന്നത് എനിക്ക് യുക്തം. അങ്ങനല്ലേ പറയുന്നേ? ആ വായിച്ച് നിർത്തിയോ? ആ ആ പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് പത്രോസ് ആ വാക്യം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അതുകൊണ്ട് എൻ്റെ നിര്യാണത്തിനു ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങൾ ഇത് ഓർത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളൊരു മ്യൂസിക് ഫെസ്റ്റായി കടന്നു വന്നിരിക്കുന്നുവെങ്കിലും ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒരു ദൈവകൃപയും നാം ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ട് നമ്മുടെ പഴയ മനുഷ്യനെ ഒരിക്കൽ കൂടെ അതെ ഉരിഞ്ഞു കളഞ്ഞ്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നാം പുതുക്കം പ്രാപിച്ച് പുതുമനുഷ്യനായി തീർന്നിരിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മെ പുതുക്കം പ്രാപിക്കുവാനും ഒരു പ്രത്യാശ നമ്മിലേക്ക് ജനിക്കുവാനും പത്രോസ് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഓർത്തുകൊള്ളുവാൻ അത് യുക്തമായിട്ട് പത്രോസിന് തോന്നുന്നു. അത് നമുക്കും തോന്നേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഈ മീറ്റിങ്ങിനെ
പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചതെങ്കിൽ അതിന്റെ അവസാനം വരെയും ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നാം നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് പകരപ്പെടുവാൻ, ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും ഹല്ലേലൂയ ഇന്ന് പകലക്കാലം ഈ മീറ്റിംഗ് കൊണ്ട് ഇടയാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാ. പത്രോസ് ഓർപ്പിച്ചത് ഇന്ന് പകൽക്കാലം നമുക്കൊന്നുകൂടെ ഓർക്കാം. അതെ, എൻ്റെ കൂടാരം അതെ പൊളിഞ്ഞു പോകുവാൻ സമയമായി. ഹല്ലേലൂയ. എല്ലാവർക്കും അതെ ഹൃദയത്തോട് ഹൃദയംഗമായി ഒന്ന് കർത്താവിനോടൊന്ന് പറയാം. എനിക്കൊരു ജോലി ചെയ്ത് കുറെ പണമുണ്ടാക്കി എനിക്ക് പോകുവാനുള്ളതല്ല, ഞാൻ ഇന്ന ദേശത്ത് കടന്നു ചെന്ന് അവിടെ അധ്വാനിച്ച് അവിടെ ചിലത് നേടിക്കൊണ്ട് ഞാൻ ഇവിടെ വരും എന്ന് പറയുന്നത് യുക്തമല്ല. പിന്നെയോ നമ്മോട് തന്നെ നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. എന്താ? നമ്മുടെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാ. കാരണം എന്താ? എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശുദ്ധി, കഴിഞ്ഞ നാളുകളുടെ നമ്മുടെ ജീവിതം, കഴിഞ്ഞ നാളുകളുടെ നമ്മുടെ പ്രവൃത്തി, കഴിഞ്ഞ നാളുകളുടെ നമ്മുടെ കടന്നുവരവ്, നമ്മളായിരുന്ന മേഖല, ഇപ്പോൾ നാം ആയിരിക്കുന്ന നില, ഇതൊക്കെ ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവ്, എവിടെയാണ് നമ്മുടെ ജീവിതത്തില് പോരായ്മ ഒന്ന് കണ്ടുണരുവാൻ പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗ് കൊണ്ട് ഉതകട്ടെ, ഈ മീറ്റിംഗ് കൊണ്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അവസരം ഒരുക്കിയതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കേൾപ്പിച്ച നല്ല വചനങ്ങളുണ്ട്, ഞങ്ങൾ കേൾക്കുവാനുള്ള നല്ല വചനങ്ങൾ പിന്നെയുമുണ്ട്. അനേക പാട്ടുകൾ നമുക്ക് കേൾക്കുവാനും ശ്രവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി. തുടർന്നും ചില പാട്ടുകൾ പിന്നെയും നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ നിലയിലും ഇന്ന് വൈകിയ സമയത്തെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു വിടുതലായി തീരട്ടെ. ഇത് കർത്താവ് അംഗീകരിക്കുന്ന ഒരു മീറ്റിംഗ് ആയി കർത്താവ് തീർക്കട്ടെ. സ്വർഗം തുറക്കുന്ന അനുഭവമായി അവിടുന്ന് തീർക്കട്ടെ. വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുന്ന ഒരു പകൽക്കാലമായി ഇന്ന് പകൽക്കാലത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് അവിടുന്ന് കൃപ ചെയ്താട്ട് കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഈ മ്യൂസിക് ഫെസ്റ്റ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്കെല്ലാവർക്കുമായിരുന്നു.